ലോകകപ്പ് നേടിയതിന് പിന്നാലെ അയർലൻഡിനോട് തോറ്റതിന്റെ ഞെട്ടലിലാണ് ആരാധകർ. 34 റൺസിനാണ് ലോക ചാമ്പ്യന്മാരെ അയർലൻഡ് അട്ടിമറിച്ചത്. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ ലോകകപ്പ് നേടിയതിന് പിന്നാലെ തോൽക്കുന്നത്. ലോകകപ്പ് നേടിയ ടീമിൽ നിന്ന് നായകൻ സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബൂമറ എന്നിവരെ ഒഴിവാക്കിയാണ് ഇന്ത്യ അയർലൻഡിനെ നേരിടാനെത്തിയത്. എന്നാൽ ശ്രേയസ് അയ്യർക്ക് കീഴിലിറങ്ങിയ ടീമിന് ആദ്യ മത്സരത്തിൽ കാലിടറി. ഫീൽഡിംഗിൽ കൈ ചോർന്നെടുത്താണ് ഇന്ത്യക്ക് ആദ്യം പിടിച്ചത്. 4 വിക്കറ്റിന് 51 എന്ന നിലയിലേക്ക് വീണിട്ടും ചുരുങ്ങിയ സ്കോറിൽ അയർലൻഡിനെ പിടിച്ചുകെട്ടാൻ ശ്രേയസിനും സംഘത്തിനും കഴിഞ്ഞില്ല. മധ്യ ഓവറുകളിൽ എതിർ ടീം അനായാസം സ്കോർ ചെയ്തിട്ടും തടയിടാനുള്ള തന്ത്രങ്ങൾ നായകൻ എന്ന നിലയിൽ ശ്രേയസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. 200 കടക്കാതെ പിടിച്ചു നിർത്തി എന്നത് മാത്രമാണ് ആശ്വാസം. ബോളിംഗിലെയും ഫീൽഡിംഗിലെയും പിഴവുകളുടെ ആവർത്തനമായിരുന്നു ബാറ്റിംഗിലും. അഭിഷേക് ശർമ്മ മാത്രം മികവ് പുലർത്തിയപ്പോൾ ശ്രേയസും ഇഷാനും അടക്കം വിക്കറ്റ് വലിച്ചെറിഞ്ഞു. സഞ്ജുവാകട്ടെ ടീമിന് സമ്മാനിച്ചത് മോശം തുടക്കവും. ബാറ്റിംഗ് നിര അമ്പേ പരാജയപ്പെട്ടതോടെ ഐറിഷ് പട ഇന്ത്യക്കെതിരെ ചരിത്രത്തിൽ ആദ്യമായി ജയം സ്വന്തമാക്കി. ഒരു ഫോർമാറ്റിലും ഇതിനു മുമ്പ് ഇന്ത്യയെ വീഴ്ത്താൻ അയർലൻഡിന് കഴിഞ്ഞിരുന്നില്ല. പരമ്പര തോൽവി ഒഴിവാക്കാൻ നാളെ ഇന്ത്യ ഇറങ്ങുമ്പോൾ കൗമാരതാരം സൂര്യവൻശിക്ക് അവസരമുണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം. മുതിർന്ന താരങ്ങൾ ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തിയതോടെ സൂര്യവൻശിക്ക് ഒരവസരം നൽകുന്നതിൽ തെറ്റില്ലെന്ന അഭിപ്രായത്തിലാണ് ആരാധകർ. രണ്ടാം മത്സരത്തിൽ ശ്രേയസിന്റെ തന്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടേണ്ടത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ അയർലൻഡിനോട് പരമ്പര തോൽവിയോടെ നായക അരങ്ങേറ്റമെന്ന നാണക്കേടിന് റെക്കോർഡും സ്വന്തം പേരിലാകും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.